സോ റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ നാലാമത്തെ പ്രോസസ്സ് അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പാണ് ഇൻസേർഷൻ ഓഫ് റീകോംബിനന്റ് DNA. ഈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഈ റീകോംബിനന്റ് DNA ഇൻസേർട്ട് ചെയ്യുക എവിടേക്ക്? ഇൻ ടു ദ ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം. ഒരു ഹോസ്റ്റ് സെല്ലിലേക്കോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിലേക്കോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റീകോംബിനന്റ് DNA ഇൻസേർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ നാലാമത്തെ സ്റ്റെപ്പ്. സോ ഒരുപാട് മെത്തേഡുകളുണ്ട് ഈ റീകോംബിനന്റ് DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻസേർട്ട് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യണതിന്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ. വെക്റ്റർ മീഡിയേറ്റഡ് ആയിട്ടുള്ള ജീൻ ട്രാൻസ്ഫറും വെക്റ്റർലെസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ജീൻ ട്രാൻസ്ഫറുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹോസ്റ്റ് സെൽ ഈ റീകോംബിനന്റ് DNA റിസീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹോസ്റ്റ് സെല്ല് നമ്മൾ പറഞ്ഞിരുന്നു കോമ്പീറ്റൻ്റ് ആവണം, ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം. അതിന് നമ്മൾ പറഞ്ഞിരുന്നു കാൽസ്യം ക്ലോറൈഡ് ട്രീറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞ് അതിനെ ഐസിൽ വെക്കുന്നു, ഇൻക്യുബേറ്റ് ചെയ്യുന്നു, വീണ്ടും അതിന് ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു, വീണ്ടും അതിന് ഐസിൽ വെക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ DNA ഡെലിവർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. So our competency. So once the recipient cells making competent to receive the take up DNA. ഈ ഏത് സെല്ലാണോ ഈ ഹോസ്റ്റ് സെല്ല് കോമ്പീറ്റൻ്റ് ആയി കഴിഞ്ഞാൽ അത് റെഡിയാണ് എന്നാണ് മേക്കിംഗ് കോമ്പീറ്റൻറ്റ് എന്തായിട്ട് മാറുന്നു? ടു റിസീവ് ടേക്ക് അപ്പ് DNA. ഈ റീകോംബിനന്റ് DNA റിസീവ് ചെയ്യാനായിട്ട് ആ ഹോസ്റ്റ് സെല്ല് അല്ലെങ്കിൽ ഏത് സെല്ലിക്കാണ് ബാക്ടീരിയ ഏതാ സെല്ലാന്ന് വെച്ചാൽ അത് എന്താ പറയുക കോമ്പീറ്റൻ്റ് ആവുന്നു. അത് കാൽസ്യം ക്ലോറൈഡ് ട്രീറ്റ്മെൻറ്റ്, ഐസ് ട്രീറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞ് ഹീറ്റ് ഷോക്ക്, അങ്ങനെ ഈ ഓൾട്ടർനേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റിലൂടെ ഈ പറഞ്ഞ സെല്ല് കോമ്പീറ്റൻ്റായി മാറുന്നു. ഈ പറഞ്ഞ റീകോംബിനന്റ് DNA അല്ലെങ്കിൽ നമ്മൾ പറയുന്ന DNA ഓഫ് ഇൻട്രസ്റ്റിനെ സ്വീകരിക്കാനായിട്ട് റെഡി ചെയ്യുന്നു. സോ ആദ്യം ഈ റെസിപ്പിയൻ സെൽസ് എന്തായി മാറുന്നു? കോമ്പീറ്റൻ്റ് ആയിട്ട് മാറുന്നു ആഫ്റ്റർ സെവറൽ ട്രീറ്റ്മെൻറ്റ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഈ റീകോംബിനന്റ് DNA ബെയറിംഗ് ഫോർ റെസിസ്റ്റൻസ് ടു ആൻ ആൻറ്റിബയോട്ടിക്. നമ്മളിപ്പോൾ പറയുന്ന ഈ റീകോംബിനൻ്റ് ആയിട്ടുള്ള ആ DNAക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്മിഡ് വെക്ടറിൽ PBR 322 ഒരു DNA ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏലിയൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ആ ട്രാൻസ്ഫോംഡ് ആയതിനെ നോൺ ട്രാൻസ്ഫോമിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. സോ അത് തന്നെയാണ് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നത്. സോ റീകോംബിനന്റ് DNA ബിയറിംഗ് റെസിസ്റ്റൻസ് ടു ആൻ ആൻറ്റിബയോട്ടിക്. നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഈ റീകോംബിനന്റ് DNAക്ക് ഒരു പെർട്ടിക്കുലർ എബിലിറ്റി, ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട് നിൽക്കുക. ഫോർ എക്സാമ്പിൾ അതൊരു ആംഫിസിലിൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ഒരു റീകോംബിനന്റ് DNA ആണ് നിൽക്കുക. സോ ആ റീകോംബിനന്റ് DNA നമ്മൾ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ E. coli സെൽ. സോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ആ സിന്തസൈസ് ചെയ്തെടുത്ത റീകോംബിനന്റ് DNA അതിൻ്റെ എബിലിറ്റി പറയുന്നത് ദാറ്റ് ഈസ് ഹാവിങ് ദ എബിലിറ്റി ഫോർ ആംഫിസിലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. സോ ഒരു പെർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മളിപ്പോൾ പറഞ്ഞ റീകോംബിനന്റ് DNAക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ E. coli സെൽസ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഹോസ്റ്റ് സെൽ ബിക്കം ട്രാൻസ്ഫോംഡ് ഇൻ ടു ആംഫിസിലിൻ റെസിസ്റ്റൻസ് സെൽ. ഏത് സെല്ലിലേക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ആ സെല്ലിന് ഈ പെർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി കിട്ടുന്നു. അതാണ് E. coli സെല്ലിന് എന്ത് കിട്ടുന്നു? E. coli ആണ് ഇവിടെ ഹോസ്റ്റ് സെല്ല് എന്ന് പറയുന്നത്. ഹോസ്റ്റ് സെൽ എന്തായിരുന്നു? ബിക്കം ഹോസ്റ്റ് സെൽ എന്തായി മാറുന്നു? ട്രാൻസ്ഫോംഡ് ഇൻ ടു ആംഫിസിലിൻ റെസിസ്റ്റൻസ് സെൽ. സോ നോർമൽ E. coli സെല്ലിന് ഈ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഇല്ല. പക്ഷേ ഈ E. coliയിലേക്ക് നമ്മൾ റീകോംബിനന്റ് DNA, ആ റീകോംബിനന്റ് DNAക്ക് ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഉള്ള റീകോംബിനന്റ് DNA നമ്മൾ E. coliയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ E. coli എന്ന് പറഞ്ഞ ഹോസ്റ്റ് സെല്ല് എന്തായി മാറുന്നു? അവർക്കൊക്കെ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ കപ്പാസിറ്റി കിട്ടുന്നു, ആ ഒരു എബിലിറ്റി നേടിയെടുക്കാൻ പറ്റുന്നു. അതാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ. E. coli സെല്ലുകളൊക്കെ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റിയോടുകൂടി ട്രാൻസ്ഫോംഡ് ആയി. ബിക്കോസ് ആ റീകോംബിനന്റ് DNA നമ്മൾ ഇൻസേർട്ട് ചെയ്ത റീകോംബിനന്റ് DNAക്ക് ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ എബിലിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ coli സെൽസിനെ സ്പ്രെഡ് ദ ട്രാൻസ്ഫോംഡ് സെൽസ് ഓൺ എൻ അഗാർ പ്ലേറ്റ് കണ്ടെയ്നിങ് ആംഫിസിലിൻ. ഈ E. coli സെൽസിനെ ട്രാൻസ്ഫോർമേഷന് ശേഷം ഈ ട്രാൻസ്ഫോംഡ് സെൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അവരെ ആംഫിസിലിൻ അടങ്ങിയ മീഡിയത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓൺലി ട്രാൻസ്ഫോമൻസ് വിൽ ഗ്രോ. സോ ആംഫിസിലിൻ ഉള്ള മീഡിയയിൽ ആംഫിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള E. coli സെൽസുകൾ മാത്രമേ വളരുകയുള്ളൂ. അതേസമയം ട്രാൻസ്ഫോം ചെയ്യാത്ത സെൽസുകളെല്ലാം
ഇല്ലാണ്ടാകുന്നു, അവരൊക്കെ ചത്തുപോകുന്നു. സോ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഈ കൊളൈ സെൽസുകൾക്ക് മാത്രമേ ആംഫിസിലിൻ ഉള്ള മീഡിയയിൽ റെസിസ്റ്റ് ചെയ്ത് വളരാൻ പറ്റുള്ളൂ. സോ ഇവിടെ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ജീനാണ് നമ്മളൊരു സെലക്റ്റബിൾ മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ കൊളൈ സെൽസിന് ആംഫിസിലിൻ എന്ന് പറഞ്ഞ ആംഫിസിലിനുള്ള മീഡിയയിൽ വളരാൻ പറ്റിയത്? എന്തുകൊണ്ടാണ് ആ ട്രാൻസ്ഫോമൻസിൽ വളരാൻ പറ്റിയത്? ബിക്കോസ് ആ റീകോമ്പിനൻ്റ് DNA നമ്മൾ ഈ പറഞ്ഞ ഈ കൊളൈ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ റീകോമ്പിനൻ്റ് DNAയിലുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഏത് ആൻറ്റിബയോട്ടിക്? ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഈ കൊളൈ സെൽസിലേക്ക് ട്രാൻസ്ഫോംഡ് ആയി. അങ്ങനെ ഈ കൊളൈ സെൽസിൽ ട്രാൻസ്ഫോംഡ് ആയ ഈ കൊളൈ സെൽസിന് മുഴുവൻ ഏത് എബിലിറ്റി കിട്ടി? ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി കിട്ടി. അപ്പോൾ ട്രാൻസ്ഫോംഡ് ആയ ഈ കൊളൈ സെൽസുകൾ ആംഫിസിലിനുള്ള മീഡിയയിൽ റെസിസ്റ്റ് ചെയ്ത് വളരുകയും ട്രാൻസ്ഫോംഡ് അല്ലാത്ത ഈ കൊളൈ സെൽസിൽ റീകോമ്പിനേഷൻ നടക്കാത്തത് കൊണ്ട് അവിടെ വളരാൻ സാധിക്കാതെ വരും. ആംഫിസിലിൻ മീഡിയയിൽ അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റാതെ അവർ മരിച്ചു പോവുകയും ചെയ്യുന്നു. സോ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ജീൻ ഇവിടെ ഒരു സെലക്റ്റബിൾ മാർക്കറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഡ്യൂ ടു ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ കാരണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നു എന്തുകൊണ്ട് ട്രാൻസ്ഫോംഡ് സെൽസ് ഏതാണ്. ആംഫിസിലിൻ മീഡിയത്തിൽ ആംഫിസിലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ജീനുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് ആംഫിസിലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ജീനുകളുള്ള സെല്ലുകൾക്ക് മാത്രമേ അവിടെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത നോൺ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു സെല്ലിനും ഈ കൊളൈ സെല്ലിനും അവിടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഇവിടെ യൂസ് ചെയ്യുന്ന സെലക്റ്റബിൾ മാർക്ക് ഏതാണ്? എക്സാമ്പിളായിട്ട് ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. സോ നമ്മുടെ നാലാമത്തെ പ്രോസസ്സിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത സിന്തസൈസ് ചെയ്തെടുത്ത റീകോമ്പിനൻ്റ് DNA നമ്മളൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നതാണ് അതിൻ്റെ സ്റ്റെപ്പ്. സോ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹോസ്റ്റ് സെല്ലിനെ നമ്മളത് സ്വീകരിക്കാൻ റെഡിയാക്കണം. അതാണ് കോമ്പീറ്റൻസ്. സോ ആ കോമ്പീറ്റൻസ് നമ്മൾക്ക് ട്രാൻസ്ഫോംഡ് ആയോ, റീകോമ്പിനേഷൻ നടന്നോ എന്ന് തെളിയിക്കുന്നത് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് മീഡിയയിൽ എടുത്ത് വളർത്തി നോക്കുമ്പോൾ. സോ ട്രാൻസ്ഫോംഡ് ആയവർ, റീകോമ്പിനേഷൻ നടന്ന ആ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഈ കൊളൈ സെൽസിനെല്ലാം ആ റീകോമ്പിനൻ്റ് DNAയിലുള്ള ആ എബിലിറ്റി കിട്ടുകയും അവർ മാത്രം അതിൽ ഗ്രോ ചെയ്യുന്നു. ട്രാൻസ്ഫോംഡ് ആവാത്ത സെല്ലുകൾക്ക് ഈ പറഞ്ഞ എബിലിറ്റി, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന എബിലിറ്റി കിട്ടാതെ ആ ബാക്കി സെല്ലുകളെല്ലാം അതിൽ ഡൈ ആയി പോകുന്നു, എല്ലാം ചത്തുപോവുകയും ചെയ്യുന്നു. സോ ഇവിടെ യൂസ് ചെയ്യുന്ന സെലക്റ്റബിൾ മാർക്കർ നമ്മൾ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ജീനാണ്.